തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നേറ്റം അതേപടി ആവർത്തിക്കാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് വെറുതെയല്ല. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് വളരെ വ്യക്തമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നു. തൃശൂർ മേയറാകാൻ പോകുന്നത് ഒരു BJPക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും സുരേഷ് ഗോപി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ CPIയെ തോൽപ്പിക്കാൻ വേണ്ടി CPI നേതാക്കൾ ആഞ്ഞു പണിയെടുത്തതാണ്. അതുപോലെ തന്നെയാണ് ഇക്കുറി. തൃശൂർ കോർപ്പറേഷനിലെ പല വാർഡുകളിലും CPI മത്സരിക്കുന്ന വാർഡുകളിലും CPIM പ്രവർത്തകർ വോട്ട് മാറിക്കുത്തും, ക്രോസ് വോട്ടിംഗ് നടത്തും എന്ന് CPI നേതാക്കൾ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജിതനായിരുന്ന സ്ഥാനാർത്ഥിയുമായ CPIയുടെ VS സുനിൽകുമാർ ഏറെ ജനകീയനാണ്. അദ്ദേഹം തൃശൂർ നഗരത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന് പോലും ഇപ്പോൾ ഈ രീതിയിൽ മാറി ചിന്തിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? പല CPIM കൗൺസിലർമാരും BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല. പലയിടത്തും അത് ഇങ്ങനെ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ സന്ദേശമായി തന്നെ കണക്കാക്കണമെന്നാണ് CPI നേതാക്കൾ പറയുന്നത്. നേരത്തെ KE ഇസ്മായിലും അതുപോലെ ഏതാനും ചില തലമുതിർന്ന CPI നേതാക്കളും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIMൻ്റെ രാഷ്ട്രീയ രീതി മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള രീതിയാണെന്നും EP ജയരാജൻ CPIയെ അവഹേളിച്ചതൊക്കെ വെറുതെ പറയാൻ കഴിയില്ല, അതൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ശരിയായ രീതിയിലല്ല, എല്ലാ പാർട്ടികളെയും തത്തുല്യമായി ബഹുമാനിക്കേണ്ട രീതികളുണ്ട്, അതുപോലും കാണിക്കാതെ ചെറ്റത്തരം മാത്രം വിളമ്പുന്ന രീതിയിലാണ് EP ജയരാജനെ പോലുള്ളവർ പെരുമാറുന്നതെന്ന് KE ഇസ്മായിലും C ദിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടും ഒന്നും അറിയാതെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ബിനോയ് വിശ്വത്തിനെ പിന്നെ എന്ത് ഭാഷ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെ പറയേണ്ടത് എന്നാണ് CPIയിലെ ഇപ്പോഴത്തെ നേതാക്കൾ ചോദിക്കുന്നത്. യുവനിര CPIയിലെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ട് മനമെടുത്തിരിക്കുകയാണ്. അവർ മറ്റ് രീതികൾ ആലോചിക്കുന്നു. അതുകൊണ്ടാണ് പലരും കോൺഗ്രസിലേക്ക് പോകുന്നത്. നോക്കൂ, CPIയുടെ പല നേതാക്കളും കനയ്യകുമാർ അടക്കം ദേശീയ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നില്ല? കാരണം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശുദ്ധി നശിച്ചിരിക്കുന്നു. അവർ എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന BJPയുടെ മറ്റൊരു വെർഷനാകാൻ ശ്രമിക്കുന്നു. തൃശ്ശൂർ നഗരസഭയ്ക്കകത്ത്, അത് കോർപ്പറേഷനകത്ത് പല വാർഡുകളിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുകയാണ്. പ്രത്യേകിച്ചും CPI സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന് വേണ്ടി മാറ്റുരയ്ക്കാൻ ശ്രമിക്കുന്നിടത്തൊക്കെ BJPക്ക് വേണ്ടിയുള്ള അടിയൊഴുക്കുകൾ നടക്കുകയാണ് എന്നും ഇത് ഭാവിയിൽ മാത്രമല്ല, ഇത് എല്ലാ രീതിയിലും എക്കാലവും ദോഷകരമായിരിക്കും. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സംഭവിച്ചതുപോലെ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ടാക്കിയെടുക്കാൻ CPIM സ്വയം കുഴി തോണ്ടുകയാണെന്നും VS സുനിൽകുമാർ പറഞ്ഞിരിക്കുകയാണ്.